കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ എന്ന് പറയുന്ന നമ്മുടെ ഉത്രാളിക്കാവ് പൂരം ഇന്ന് വന്നെത്തി. അപ്പം നമ്മുടെ പൂരപ്പറമ്പിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഭഗവതിനെയൊക്കെ ഒന്ന് പോയി കണ്ടു വന്നു. ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. അവർ അപ്പം ഞാനും അടുത്ത വീട്ടിലെ അമ്മും കൂടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഇന്ന് കൂടുതൽ സദ്യവട്ടമൊന്നും ഒരുക്കണില്ല. ഞാൻ പറഞ്ഞു അത് പ്രകാരം തന്നെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം രാവിലെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോകാമെന്നുള്ള പ്ലാൻ ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോകളൊന്നും കിട്ടാനില്ല. കാരണം ഇന്ന് പൂരം ദിവസം, അപ്പോൾ എല്ലാവരും പൂരത്തിൻ്റെ ആഘോഷത്തിലല്ലേ. അപ്പോൾ ഞങ്ങൾ നടന്നു. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് നമ്മുടെ ഷൊർണൂർ റൂട്ടിലെത്തിയപ്പോൾ ഒരു ഓട്ടോ കിട്ടി. ആ ഓട്ടോ കിട്ടി കുറച്ച് ദൂരം ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താറായ സമയത്ത് അവിടെ ബ്ലോക്കാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ ഒന്ന് ഇറങ്ങിയിട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഈ ഭാഗം എത്തുമ്പോൾ ഉള്ള കേട്ടോ രാവിലത്തെ തിരക്ക്. അപ്പോൾ കണ്ടോ പൂരത്തിന് ഇങ്ങനെ വെടിക്കെട്ടിനൊക്കെ ആയിട്ട് ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതേ ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു വീഡിയോ കേട്ടോ. കാണുമ്പോൾ ഒരു ഭംഗി തന്നെയാണ് അല്ലേ. പിന്നെ ഇത് എങ്കക്കാടിൻ്റെയും കുമരനെല്ലൂർ ദേശത്തിൻ്റെയും പന്തലുകളാണ് കേട്ടോ. അമ്പലത്തിനുള്ളിലെ കാഴ്ച എങ്ങനെയായിരുന്നു? ക്യൂ നിന്നിട്ടായിരുന്നു തൊഴാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ പറ വയ്ക്കുന്നവരുടെ തിരക്കുണ്ടായിരുന്നു. പിന്നെ അമ്പലമൊക്കെ നല്ല പൂക്കളാലൊക്കെ അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വെടിക്കെട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വെടി വഴിപാടുകളെ. അപ്പം അങ്ങനെ നമ്മൾ ഓർക്കാതെ നിൽക്കുമ്പോൾ വെടി പൊട്ടുമ്പോൾ നമുക്കറിയാതെ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇതേ ഇങ്ങനെ ട്രെയിൻ പോണു. അപ്പോൾ ഞാൻ അപ്പോഴും ഒന്നിങ്ങനെ വീഡിയോ എടുത്തു. ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു സന്തോഷം കാണുമ്പോൾ. അപ്പോൾ അതേ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി വന്നപ്പോൾ വെടിക്കെട്ടിനായിട്ട് അവിടെ ഇങ്ങനെ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്ത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ അങ്ങ് അകലറ്റത്ത് ആ ടെമ്പോ പോണില്ലേ, അതിൻ്റെ അവിടെ ആനകളെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു. ലോറിയിൽ ആനകളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ അവിടുന്ന് റോഡിലേക്കുള്ള കാഴ്ച. ആ കമാനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് റോഡിൻ്റെ അവിടുന്ന് ഇങ്ങനെ നടുവ് കൂടെ റോഡ് കണ്ടില്ലേ വഴി, അങ്ങനെ അമ്പലത്തിലേക്ക് വരികയാണ്. എന്ത് ഭംഗിയായിരുന്നു കാണാൻ അമ്പലം തന്നെ കേട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ ഞാൻ അവിടെ ചിലവഴിച്ചു. എവിടെ പോയാലും ശ്വാസം പിടിച്ച് ഓടിപ്പിടച്ച് വരാറാണ് പതിവ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി ഞാൻ സാവധാനം തന്നെ വരുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ നീനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഞാൻ ഇങ്ങനെ എടുത്തു. ആ അമ്പലത്തിന് മുന്നിലുള്ള ആൽത്തറ ഉണ്ടല്ലോ, അവിടെ കയറി നിന്നിട്ട് കേട്ടോ. നിറയെ പേരവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ക്യാമറ കൈപിടിച്ച് നിൽക്കുന്നുണ്ട് ട്രെയിൻ വരുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതൊരു ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാനും അവിടെ നിന്നിട്ട് എടുത്തു കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ റോഡിലേക്ക് കയറി ഒരു ഓട്ടോ കിട്ടാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇതാണ് പൂരക്കാഴ്ച കാഴ്ചകൾ കേട്ടോ. പൂരക്കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായില്ലേ? തിരക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലും വടക്കാഞ്ചേരിക്ക് അടുത്ത് വരവൂർ എന്നൊരു കൊച്ചു ഗ്രാമമുണ്ട്. ഈ കൊച്ചു ഗ്രാമത്തിൽ വരവൂർ പാലക്കൽ ക്ഷേത്രത്തിലെ പൂരം ഇന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവായിരിക്കും. അവിടെയും പേര് കേട്ട പഞ്ചവാദ്യം അതുപോലെ വെടിക്കെട്ടും ഒക്കെ ഉള്ള അമ്പലം തന്നെയാണ്. അതുപോലെ തന്നെ ഉത്രാളിക്കാവും. അപ്പോൾ ഈ ഒരു കാഴ്ച ഉത്രാളിക്കാവിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ പങ്കുവച്ചതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.